എല്ലാവർക്കും കേരള കിച്ചൻ മോംസ് റെസിപ്പിയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് നമുക്ക് ഒരു കപ്പ വേവിച്ചാലോ? ഇത് നമ്മൾ സാധാരണ പച്ചക്കപ്പയല്ല, ഉണക്കക്കപ്പ വേവിച്ചതാണ്. പക്ഷേ പച്ചക്കപ്പയുടെ അതേ ടേസ്റ്റ് തന്നെ നമുക്ക് ഈ ഉണക്കക്കപ്പ വേവിച്ചെടുക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ അതെങ്ങനെ തയ്യാറാക്കാം നമുക്ക് നോക്കാം. അപ്പോൾ ഞാനിവിടെ ഉണക്കക്കപ്പയാണ് എടുത്തിരിക്കുന്നത്. ഇത് ഞാൻ തലേന്ന് വെള്ളത്തിലിട്ട് കുതിർത്തെടുത്ത് വെച്ചിരുന്ന കപ്പയാണ്. ഒരു 7-8 മണിക്കൂർ കുതിരുമ്പോഴത്തേക്കും അത് നന്നായിട്ട് കുതിർന്ന് കിട്ടും. അപ്പോൾ നമ്മൾ കൈകൊണ്ട് ഇങ്ങനെ എടുക്കുമ്പോൾ തന്നെ കണ്ടല്ലേ, നല്ല സോഫ്റ്റായിട്ട് നന്നായിട്ടിത് പൊടിച്ചെടുക്കാൻ വേണ്ടി നമുക്ക് പറ്റും. നല്ല സോഫ്റ്റ് ആവും കണ്ടല്ലേ ഈ രീതി. ഇത് വാട്ടക്കപ്പയാണ്. അപ്പോൾ അതേ നമ്മൾ സാധാരണ പച്ചക്കപ്പ വയ്ക്കുന്ന അതേ ടേസ്റ്റ് തന്നെ കിട്ടും ഈ കപ്പ വയ്ക്കുമ്പോഴും. എന്താ പറയുക, നല്ലൊരു പ്രത്യേക ടേസ്റ്റാണ് ഈ കപ്പയ്ക്ക്. അപ്പോൾ നമുക്കിത് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് വേവിക്കാൻ വേണ്ടി വയ്ക്കാം. അപ്പോൾ വെള്ളം എന്ന് പറയുന്നത് കപ്പ ഫുള്ളായിട്ട് കുതിർന്ന് കിടക്കണം, അത് മുങ്ങിക്കിടക്കണം. അതേപോലെ നമുക്ക് നിറച്ചും വെള്ളം ഒഴിച്ചതിന് ശേഷം നമുക്കിത് നന്നായിട്ട് തിളപ്പിച്ചെടുക്കാം. ഇനി നമുക്കിതിനകത്തേക്ക് ആവശ്യത്തിന് ഉപ്പൂടെ ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഒരു 1.25 ടീസ്പൂൺ ഉപ്പാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇടുമ്പോൾ തന്നെ ഉപ്പിൻ്റെ അളവ് മനസ്സിലാവുമല്ലോ. അങ്ങനെ ഉപ്പിന് അങ്ങനെ പ്രത്യേകിച്ച് അളവിൽ നമ്മുടെ ഒരു ടേസ്റ്റ് അനുസരിച്ചാണ് ഉപ്പ് ചേർത്ത് കൊടുക്കേണ്ടത് വേണ്ടത്. പിന്നെ ഇവിടെ ഒരു 1.25 ടീസ്പൂൺ ഉപ്പാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. ഇനി നമുക്കിത് അടച്ചു വെച്ച് നന്നായിട്ട് വേവിച്ചെടുക്കാം. അപ്പം ഈ കപ്പ വേവുന്ന സമയം കൊണ്ട് നമുക്ക് തേങ്ങ തിരുകി ഇതിനകത്തേക്ക് ചേർക്കാൻ വേണ്ടിയുള്ള തേങ്ങയും കൂടെ അരച്ചെടുക്കാം. അപ്പം ഞാൻ എടുത്തിരിക്കുന്ന തേങ്ങ എന്ന് പറയുന്നത് എൻ്റെ ഒരു പിടിക്ക് 1.5 പിടി തേങ്ങയാണ് ഞാൻ അതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നത്. അതായത് ഇതുപോലൊരു പിടിയും പിന്നെ അതിൻ്റെ ഒരു പകുതിയും കൂടെ ഇതേപോലെ അതിന് 1.5 പിടി തേങ്ങയാണ്, തിരികെ തേങ്ങയാണ് ഞാൻ അതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ ഒരു 3 പച്ചമുളക് എരിക്കനുസരിച്ച് നിങ്ങൾക്ക് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം. ഇനി മഞ്ഞൾപ്പൊടി ഒരു 1/2 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ഞാൻ ഇട്ട് കൊടുത്തിരിക്കുകയാണ്. അപ്പോൾ അടുത്തായിട്ട് നമുക്ക് ചേർക്കാനുള്ളത് ജീരകമാണ്. അപ്പോൾ ഞാനിവിടെ ഓൾറെഡി പച്ച ജീരകം പൊടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു, അതുകൊണ്ട് തന്നെ അപ്പോൾ ജീരകത്തിൻ്റെ പൊടി ഞാൻ ചേർത്ത് കൊടുക്കുകയാണ്. അപ്പം നിങ്ങൾ പച്ചജീരകം ഉണ്ടെങ്കിൽ പച്ചജീരകം ചേർത്താൽ മതിയായിരിക്കും. ഇനി നമുക്ക് വെളുത്തുള്ളി, ചെറിയ അല്ലി വെളുത്തുള്ളി ആണെങ്കിൽ ഒരു 3 തൊട്ട് 4 അല്ലി വെളി ചേർക്കാം. ഞാനൊരു മീഡിയം സൈസാണ്, ഒരു 3 അല്ലി വെളുത്തുള്ളിയാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. ഇത് നമുക്കത് മിക്സിയുടെ ജാറിലിട്ട് നന്നായിട്ടൊന്ന് കറക്കിയെടുത്തുകൊണ്ട് വരാം. അപ്പം ഞാൻ ഇത് അധികം പേസ്റ്റ് പോലെ അരിയരുത്, എന്നാൽ ജസ്റ്റ് ഒന്ന് അറിയാമല്ലോ കപ്പയ്ക്ക് അരയ്ക്കുന്ന ഒരു പരുവുണ്ടല്ലോ, അതേപോലെ ഒന്ന് നമ്മൾ അരച്ചെടുത്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ കപ്പ നന്നായിട്ട് വെന്ത് വരുന്നുണ്ട്, നന്നായിട്ട് തിളച്ച് വരുന്നുണ്ട്. നമുക്ക് നോക്കാം കപ്പ വെന്തോ എന്ന്. അപ്പം നമുക്കിങ്ങനെ പിടിച്ച് നോക്കുമ്പോൾ തന്നെ മനസ്സിലാവും കപ്പയുടെ ആ വേവെന്ന് പറയുന്നത്. അപ്പോൾ ജസ്റ്റ് എടുത്തിട്ട് നമ്മൾ കൈവച്ച് ജസ്റ്റ് ഒന്ന് അമർത്തി നോക്കുകയോ അതല്ലെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് വാലിട്ട് ഇട്ട് നോക്കുക നന്നായിട്ട് വെന്തോ എന്നുള്ളത്, നിങ്ങളുടെ പരുവത്തിനനുസരിച്ച് വെന്തോ എന്നുള്ളത് നോക്കാം. അപ്പോൾ നമുക്കൊന്ന് എടുത്ത് നോക്കാം കപ്പ വെന്തോ എന്നുള്ളത്. ഇപ്പോൾ തന്നെ ഞാൻ ഇങ്ങനെ കൈവച്ച് പിടിക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും കപ്പ നന്നായിട്ട് വെന്തു എന്നുള്ളത്. അതെല്ലാം നിങ്ങൾക്ക് വെന്തില്ലെന്ന് തോന്നുവാണെങ്കിൽ ജസ്റ്റ് ഒന്നുകൂടെ അടച്ചു വെച്ചിട്ട് നമുക്ക് ഒന്നുകൂടെ ഒന്ന് തിളപ്പിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ കപ്പ ജസ്റ്റ് നന്നായിട്ടങ്ങ് വെന്തില്ലായിരുന്നു. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്നുകൂടെ അടച്ചു വെച്ച് ഒന്നുകൂടെ വേവിച്ചെടുക്കുകയാണ്. ഇപ്പോൾ ഏകദേശം ഒരു 10 മിനിറ്റോളം ഞാൻ വേവിച്ചിട്ടുണ്ട്. ഇപ്പോൾ നല്ല പെർഫെക്റ്റ് ആയിട്ട് നമ്മുടെ കപ്പ വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് തീ ഓഫ് ചെയ്ത് വെക്കാം. അതിനുശേഷം നമുക്ക് ഈ കപ്പയിലെ വെള്ളം നമുക്ക് ഊറ്റിയെടുക്കണം. അപ്പോൾ നിങ്ങൾക്കൊരു സ്റ്റെയിനർ ഉപയോഗിച്ച് കപ്പയുടെ വെള്ളം നമുക്ക് മാറ്റിയെടുക്കാം. ഇപ്പം ഞാൻ നമ്മുടെ കപ്പയുടെ വെള്ളമൊക്കെ നന്നായിട്ട് ഊറ്റിയെടുത്തിട്ടുണ്ട്. ഇതേപോലെ ഒരു സ്ട്രെയിനറാണ് ഞാൻ ഉപയോഗിച്ചിരിക്കുന്നത്. ജസ്റ്റ് നമ്മൾ അവിടെ ഇട്ട് കഴിയുമ്പോൾ തന്നെ നമുക്ക് വെള്ളം നന്നായിട്ട് തന്നെ ഇതിനകത്തൊന്ന് ഊറ്റിയെടുക്കാൻ വേണ്ടി പറ്റും. ഇനി നമുക്ക് ഈ വെള്ളം മുഴുവൻ ഊറ്റിക്കളഞ്ഞതിന് ശേഷം നമുക്കിത് വീണ്ടും വേറെ പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാൻ വേവിച്ച ആ സെയിം പാത്രത്തോട്ട് തന്നെയാണ് ഇട്ട് കൊടുക്കുന്നത്. എന്നിട്ട് നമുക്ക് തേങ്ങയ്ക്ക് ഇട്ട് കൊടുത്തിട്ട് ജസ്റ്റ് ഒന്നിടുന്ന ആവി കയറ്റി എടുക്കണം. അപ്പോൾ ഞാൻ ആ സെയിം പാത്രത്തോട്ട് തന്നെ കപ്പ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ആ നടുഭാഗത്തായിട്ട് ഇപ്പം തന്നെ നന്നായിട്ട് ആവി വരുന്നുണ്ട് അതിനകത്തുനിന്ന്. അപ്പോൾ നമുക്ക് നടുഭാഗത്തോട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് മാറ്റിയിട്ടിട്ട് നമ്മുടെ ഈ തേങ്ങ അതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. നമ്മളിപ്പോൾ ചതച്ച് വെച്ചിരുന്ന തേങ്ങ നമുക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് കപ്പ ജസ്റ്റ് ഒന്ന് മൂടി വെച്ചതിന് ശേഷം നമുക്ക് ജസ്റ്റ് ഒരു ആവിയും കൂടെ ഒന്ന് കയറ്റിയെടുക്കാം. ആ തേങ്ങ ഒന്ന് ജസ്റ്റ് ഒന്ന് വേവാൻ വേണ്ടി മാത്രം ജസ്റ്റ് ആവി. ആ തേങ്ങ ഈ ചൂടത്ത് തന്നെ ഇരുന്ന് നന്നായിട്ട് വേവും. എന്നിരുന്നാലും ജസ്റ്റ് അതിനകത്തുണ്ടെങ്കിൽ ബാക്കിയുള്ള വെള്ളമെല്ലാം ഉണ്ടെങ്കിൽ അതൊന്ന് വറ്റി പോവുകയും ചെയ്യും, ആ തേങ്ങ നന്നായിട്ട് വെന്ത് കിട്ടുകയും ചെയ്യും. അതുകൊണ്ട് നമുക്ക് ഒന്നൊന്ന് ആവി കയറ്റിയെടുക്കാം. ആവി കയറ്റുന്ന സമയത്ത് നമ്മുടെ തീ എപ്പോഴും സിമ്മിലായിരിക്കണം, അല്ലെങ്കിൽ ഈ കപ്പ കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നമുക്കിന്ന് ജസ്റ്റ് ഒരു ആവി കയറ്റി എടുക്കാം. അതുപോലെ തന്നെ നിങ്ങളുടെ കയ്യിൽ നല്ല ഫ്രഷ് ആയിട്ടുള്ള കറിവേപ്പില ഉണ്ടെങ്കിൽ അതുകൊണ്ട് നമുക്ക് എന്തെങ്കിലും ഇട്ട് കൊടുക്കുക. അപ്പോൾ നമ്മൾ ആവി കയറ്റുന്ന സമയത്ത് ആ കറിവേപ്പില ഫ്ലേവറൊക്കെ നമ്മുടെ കപ്പയിലോട്ട് കിട്ടുകയും ചെയ്യും. ഇനി നമുക്കത് അടച്ചു വെച്ച് ജസ്റ്റ് ഒന്ന് ആവി കയറ്റി എടുക്കാം.
ഇപ്പോൾ നമ്മുടെ കപ്പയ്ക്ക് നന്നായിട്ട് ആവിയായിട്ടുണ്ട്. ഏകദേശം 1 മിനിറ്റ് നേരം മതിയായിരിക്കും. അതിൻ്റെ കൂടുതൽ നേരം ആയിക്കഴിഞ്ഞാൽ കപ്പയുടെ അടിഭാഗം കഴിഞ്ഞ് പോകാൻ ചാൻസ് ഉണ്ട്. കാരണം നമ്മൾ അട്ടു തന്നെ വെള്ളം ഇല്ലല്ലോ കപ്പയിൽ, അതുകൊണ്ട് തന്നെ കരിയാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ 1 മിനിറ്റ് നേരം മാത്രം മതിയായിരിക്കും. ഇനി നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കാം. ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്ക് പച്ച വെളിച്ചെണ്ണ, ഇപ്പോൾ വെളിച്ചെണ്ണ തന്നെ വേണമെന്നെങ്കിൽ എന്തൊക്കെ ചേർത്ത് കൊടുക്കാൻ വേണ്ടി അത് നമുക്ക് കുറച്ച് പച്ച വെളിച്ചെണ്ണ എന്തൊക്കെ ഒഴിച്ച് കൊടുക്കാം. എന്നിട്ട് നമുക്ക് നല്ലതായിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ കപ്പ ഞാൻ ഇളക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നത് ഇതേപോലത്തെ ഒരു, ഇതിൻ്റെ പേരെന്ന് പറയുന്നത് ഞങ്ങളുടെ നാട്ടിൽ പറയുന്നത് തുടുപ്പ് എന്നാണ് പറയുന്നത്. പലയിടത്തും പല പേരാണെന്ന് തോന്നുന്നു, എനിക്ക് വേറെ പേരെന്താണെന്ന് അറിയത്തില്ല. നമ്മുടെ ഓല മടലുണ്ടല്ലോ, അത് വെച്ചുണ്ടാക്കുന്നതാണ്. അപ്പോൾ ഈ ഒരു സാധനം എൻ്റെ കയ്യിൽ ഏകദേശം ഒരു 6-7 വർഷമായിട്ട് തന്നെ എൻ്റെ ഇരിക്കുന്നതാണ്. ഞാൻ നാട്ടിൽ നിന്ന് കൊണ്ടുവന്നതാണ്. അപ്പോൾ ഈ ഒരു സാധനം വെച്ചാണ് ഞാൻ ഇതുപോലെ ഇളക്കി കൊടുക്കുന്നത്. പണ്ടൊക്കെ എൻ്റെ ചെറുപ്പത്തിലൊക്കെ ഞാനും അനിയത്തിയും കൂടെ ഈ തുടുപ്പിലിരിക്കുന്ന നമ്മളിങ്ങനെ ഇളക്കത്തെ ചക്കയും ചീനിയൊക്കെ ഇളക്കി കഴിഞ്ഞതിന് ശേഷം ഇതിൻ്റെ അറ്റത്തിങ്ങനെ ഒട്ടിപ്പിടിച്ചിരിക്കും കപ്പയും എന്താ പറയുക ചക്കയൊക്കെ. അപ്പോൾ അതിനുവേണ്ടി ഞാനും അനിയത്തിയൊക്കെ പണ്ട് കുറേ അടി ഉണ്ടാക്കിയിട്ടുണ്ട് അത് കഴിക്കാൻ വേണ്ടി. അതിനൊരു പ്രത്യേക ടേസ്റ്റാണ് അതിൽ നിന്ന് ഇങ്ങനെ ഇളക്കി കഴിക്കാൻ വേണ്ടി. അപ്പോൾ ഒരു സത്യം പറഞ്ഞാൽ ഈ തുടുപ്പ് എന്ന് പറഞ്ഞാൽ നൊസ്റ്റാൾജിക് ഫീലിംഗാണ് എനിക്ക്, അതുകൊണ്ടാണ് ഞാൻ ഈ സാധനം തന്നെ ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ തുടുപ്പില്ലെന്നുണ്ടെങ്കിൽ ഒരു സ്പൂൺ വെച്ച് തന്നെ നന്നായിട്ട് നമുക്കൊന്ന് ഇളക്കുമ്പോൾ തന്നെ കപ്പ നന്നായിട്ട് നമുക്ക് മിക്സായി കിട്ടുകയും ചെയ്യും. അതായത് ഇത്രയേ ഉള്ളൂ, നമ്മുടെ കപ്പ ഇവിടെ റെഡി ആയിട്ടുണ്ട്. കണ്ടില്ലേ, ശരിക്കും പച്ചക്കപ്പ കഴിക്കുന്ന അതേ ടേസ്റ്റ് തന്നെയാണ് ഈ ഉണക്കക്കപ്പ കഴിക്കുന്നതും. അപ്പോൾ നിങ്ങൾ നാട്ടിൽ നിന്നൊക്കെ വരുവാണെങ്കിൽ ഉണക്കക്കപ്പ കൊണ്ടുവന്നാൽ ഇതുപോലെ നമുക്ക് കപ്പ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കി കഴിക്കുകയും ചെയ്യാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കണ്ട കേട്ടോ. അതുപോലെ തന്നെ ആദ്യമായിട്ട് ചാനൽ കാണുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും സൈഡിലുള്ള കുഞ്ഞു ബെൽ ബട്ടൺ അമർത്താൻ വേണ്ടി. അപ്പോൾ ഇതുപോലത്തെ പുതിയ റെസിപ്പികളായിട്ട് നമുക്ക് എളുപ്പം തന്നെ വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ.